ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി രേവതിക്ക് വേണ്ടി ഒരു ചെറിയൊരു പാവ മേടിച്ചുകൊണ്ട് വന്നിരിക്കുക. ആ സമയത്ത് രേവതി അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. എന്താ സച്ചിയായിട്ട് ഇതെന്നും പറഞ്ഞുകൊണ്ട്, നീ ആ കുഞ്ഞിനെ ഇങ്ങോട്ട് തന്നെ എന്നും പറഞ്ഞുകൊണ്ട് ആ പാവനെ അങ്ങോട്ട് മേടിച്ചിട്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ ഒരു അച്ഛനെന്ന രീതിയിൽ ആ പാവനെ താലോലിക്കുകയാണ്, താരാട്ട് പാട്ട് പാടുകയാണ്. ഇതെല്ലാം കണ്ട രേവതിയാണെങ്കിൽ ദൈവമേ സച്ചിയുടെ എന്തു പറ്റി എന്നാലോചിച്ച് ആകെ അന്തം വിട്ടൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സച്ചി നേരെ രേവതിയുടെ അടുത്തേക്ക് വന്നിട്ട് രേവതിയോട് പറയാണ്, രേവതി ഇന്ന് പിടിച്ചേ, നമ്മുടെ കുഞ്ഞിനെ പിടിക്ക് രേവതി. അപ്പോൾ സച്ചി അങ്ങനെ പറയുന്നത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് രേവതി തൻ്റെ കൈകളിലേക്ക് ആ പാവനെ മേടിക്കുക. രേവതി കണ്ടോ, നമ്മുടെ കുഞ്ഞ് ഉറങ്ങി രേവതി, ഇനി കുഞ്ഞിനെ കിടത്തണ്ടേ? ഇവിടെയല്ലേ കട്ടിലിട്ടിരിക്കുന്നത്, അപ്പോൾ നമ്മൾ രണ്ടുപേരുടെയും നടുക്കല്ലേ കുഞ്ഞിനെ കിടത്തേണ്ടത് സച്ചിയേട്ടാ. സച്ചിയുടെ എന്താ പറ്റിയ സച്ചിയേട്ടാ, ഒന്ന് പോ രേവതി, ഞാൻ പറയുന്ന പോലെ ചെയ്യ് രേവതി, എന്നിട്ടേ ആ കുഞ്ഞിനെ അവിടെ കിടത്ത്. ശരി സച്ചിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ആ പാവനെ നമ്മുടെ രേവതിയോടെ നിലത്ത് കിടത്തുകയാണ്. രണ്ടുപേരും അപ്പുറത്തപ്പുറത്തിരിക്കുകയും ചെയ്യണം. കണ്ടോ, കുഞ്ഞിങ്ങനെ നമ്മളുടെ നടുവിലിങ്ങനെ കിടക്കുമ്പോൾ നല്ല സന്തോഷം തോന്നും അല്ലേ? ദേ ആണായാലും പെണ്ണായാലും നമുക്ക് ഒരേപോലെയാണ്. ദേ കുഞ്ഞിനെ പേരിടാൻ വേണ്ടി ഞാൻ കുറേ പേരൊക്കെ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പോൾ പറയില്ല, അതൊക്കെ ഞാൻ രേവതിയോട് പിന്നേ പറയുള്ളൂ. എന്തായാലും കുഞ്ഞിനിങ്ങനെ പാട്ടുപാടി ഉറക്കുന്നതും നല്ല രസമായിരിക്കുമല്ലേ രേവതി? അപ്പം നമ്മളുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞ് വരുമല്ലേ? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചിയേട്ടാ കുഞ്ഞൊക്കെ വരണം, പക്ഷേ കുഞ്ഞ് വന്നെങ്കിൽ ഞാൻ ആദ്യം ഗർഭിണിയാവണ്ടേ, എന്നാലേ കുഞ്ഞ് വരുള്ളൂ. ഒന്ന് പോ രേവതി. എന്നാ രേവതി ചുമ്മനെ കളിയാക്കരുതേ, എനിക്കെല്ലാം അറിയാമെന്നോ? എന്തറിയാമെന്ന് സച്ചിയുടെ എന്തൊക്കെയാണ് പറയുന്നത്? സച്ചിയുടെ എന്തറിയാമെന്നാ സച്ചിയുടെ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും രേവതി, എനിക്കറിയാം നീ എന്നോട് പല കാര്യങ്ങളും മറച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ അത് ഞാൻ കണ്ടുപിടിച്ചെന്നോ? എന്ത് കണ്ടുപിടിച്ചെന്ന് സച്ചിയേട്ടൻ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സച്ചിയേട്ടൻ ആദ്യം ഞാൻ ഗർഭിണിയാവണം, എന്നാലല്ലേ കുഞ്ഞു വരുള്ളൂ. അല്ലാതെ ഇപ്പം തന്നെ ഇതെല്ലാം ചിന്തിച്ചു കൂട്ടി എന്തിനാണ് വെറുതെ തല പുണ്ണാക്കുന്നത് സച്ചിയേട്ടാ? രേവതി നീ ഗർഭിണിയാണ്, പക്ഷേ എന്തിനാ അതെന്നോട് പറയാൻ വേണ്ടി മടിക്കുന്നത്? ഞാൻ ഗർഭിണിയാണെന്നോ? ആര് പറഞ്ഞു ഞാൻ ഗർഭിണിയാണെന്ന്? രേവതി നീ പേടിച്ചിട്ടല്ലേ, അമ്മയെ പേടിച്ചിട്ടല്ലേ നീ എന്നോട് സത്യം പറയാത്തത്? നീ ഗർഭിണി തന്നെയാണ്. ഗർഭിണിയാണെന്ന്? അല്ല സച്ചിയേട്ടാ, ഞാൻ ഗർഭിണിയല്ല. വേണ്ട രേവതി, ഞാനിപ്പോൾ സത്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ, ഇനി നീ എന്നോട് മറച്ചു വയ്ക്കണ്ട, സത്യം തുറന്ന് പറഞ്ഞ രേവതി. എൻ്റെ സച്ചിയേട്ടാ സത്യമായിട്ടും ദൈവത്തിനാണേ, സച്ചിയേട്ടനാണേ, സത്യമായിട്ടും ഞാൻ ഗർഭിണിയല്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചി ആകെ ഞെട്ടിത്തരിച്ച് കണ്ണും തള്ളി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. രേവതി എന്താ പറഞ്ഞത്? അതേ സച്ചിയേട്ടാ, ഞാൻ ഗർഭിണിയല്ലെന്നേ, സത്യമായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് ആകെ വല്ലാത്തൊരു ഷോക്കായിപ്പോയി. ഇത്രയും സ്വപ്നം കണ്ടിട്ട് ഒടുവിൽ തൻ്റെ ഭാര്യ ഗർഭിണിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് അത് സഹിക്കാൻ പോലും പറ്റിയില്ല. സച്ചിയേട്ടാ, സച്ചിനോട് ആരാ പറഞ്ഞത് ഞാൻ ഗർഭിണിയാണെന്ന്? ആരാ സച്ചിനെ തെറ്റിദ്ധരിപ്പിച്ചത്? പറ. ഈച്ച. ഈച്ചയാണോ സച്ചിയേട്ടനെ ഇങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത്? പിന്നെ അവൻ പറഞ്ഞ കുറേ ലക്ഷണങ്ങളൊക്കെ അങ്ങനെ രേവതി അന്ന് ഛർദ്ദിച്ചതും അതിനുശേഷം ഈച്ചയോട് പറഞ്ഞതും, അങ്ങനെ ഈച്ച പറഞ്ഞിട്ട് പുളിയും മാങ്ങയും മസാല ദോശയും ഒക്കെ മേടിച്ചു കൊടുത്തതും, അവൾ നിന്നോട് ആഗ്രഹങ്ങൾ പറയില്ല, നീ അറിഞ്ഞ് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സകല കാര്യങ്ങളും രേവതിയോട് നമ്മുടെ സച്ചി പറയുകയാണ്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഓഹോ, അപ്പം ഈച്ചയാണ് ഇതിൻ്റെ തുടക്കം അല്ലേ? എന്താ സച്ചിയേട്ടത്? സച്ചിയേട്ടൻ ഞാൻ ഗർഭിണിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിയേട്ടനോടല്ല ഞാൻ ആദ്യം പറയുക, സച്ചിയേട്ടനോട് ഞാൻ മറച്ചു വെക്കുമോ? നമ്മളുടെ ജീവിതത്തിൽ സന്തോഷ വാർത്ത ഉണ്ടായാൽ സച്ചിയേട്ടൻ ഞാൻ മറച്ചു വെക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്തിനാ സച്ചിയേട്ടാ ഈച്ചയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ സച്ചിയേട്ടൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? എന്നോടൊന്ന് ചോദിക്കായിരുന്നില്ല സച്ചിയേട്ടാ. ഇത് കഴിഞ്ഞപ്പോഴേക്കും സച്ചി ഭയങ്കരമായിട്ടിരുന്ന് ഇങ്ങനെ കരയുകയാണ്. ഞാനൊരു വിഡ്ഢിയായി പോയല്ലേ രേവതി, ഞാനൊരു തിരുമണ്ടനായി പോയി. ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഞാൻ വെറും പൊട്ടനായിട്ട് അഭിനയിക്കുകയായിരുന്നല്ലേ രേവതി? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിയേട്ടാ ഇങ്ങനെ സങ്കടപ്പെടല്ലേ സച്ചിയേട്ടാ. സച്ചിയേട്ടൻ ആരും പൊട്ടനെന്നാക്കിയിട്ടില്ല, പക്ഷേ സച്ചിൻ എന്നോടത് ചോദിക്കായിരുന്നു. സച്ചിൻ്റെ മനസ്സിൽ ആ സന്തോഷമൊക്കെ എനിക്ക് മനസ്സിലായി. ഉറപ്പായിട്ടും ആ സന്തോഷം നടക്കും സച്ചിയേട്ടാ. നമ്മളുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞു വരും, അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കും സച്ചിയേട്ടാ. പക്ഷേ രേവതി, ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടുപോയി. നമ്മുടെ കുഞ്ഞിനെ താലോലിക്കുന്നതും നമ്മളുടെ ഇടയിൽ കുഞ്ഞിനെ കിടത്തുന്നതും അങ്ങനെതായ കുറേ സ്വപ്നങ്ങൾ കണ്ടുപോയി. ആ കുഞ്ഞ്
പഠിച്ച് വലുതായി നമ്മളുടെ ഇടയിൽ കളിക്കുന്നതും അതിനു വേണ്ടി കഷ്ടപ്പെട്ട് സന്തോഷത്തോടെ ഞാൻ ജീവിക്കുന്നതും അതിൻ്റെ കളിയും ചിരിയും കണ്ട് സന്തോഷിക്കുന്നതും ഒക്കെ ഞാൻ കുറേ സ്വപ്നം കണ്ട് രേവതി. പക്ഷേ ഇപ്പോൾ അതെല്ലാം വെറുതെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല രേവതി. ഞാൻ അത്രയ്ക്കും ആഗ്രഹിച്ചു പോയി രേവതി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും സച്ചിയുടെ ആഗ്രഹം പോലെ തന്നെ ഒരു കുഞ്ഞു സച്ചിയെയും അല്ലെങ്കിൽ ഒരു കുഞ്ഞു രേവതിയെയും ഞാൻ സച്ചിയേട്ടന് തരും, ഉറപ്പായിട്ട് ഞാൻ തരും. അതിനുള്ള സമയം ദൈവം നമുക്ക് തന്നിരിക്കും, ദൈവം നമ്മളെ അനുഗ്രഹിക്കും സച്ചിയേട്ടാ, നമ്മളെ ദുഃഖങ്ങൾ കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരങ്ങനെ ആ സങ്കടങ്ങളിങ്ങനെ രണ്ടുപേരും പരസ്പരം പങ്കുവയ്ക്കുകയാണ്. പക്ഷേ സച്ചിയേട്ടൻ വിഷമിക്കരുത് സച്ചിയേട്ടാ, നമ്മളുടെ ഇടയിലേക്ക് ഉടനെ തന്നെ ഒരു കുഞ്ഞു വരും സച്ചിയേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയെ ആശ്വാസപ്പെടുത്തുകയാണ്. എന്ത് ചെയ്യാൻ, ഇനി ആശ്വാസപ്പെടുത്തിയാലേ പറ്റുള്ളൂ. കാരണം രേവതി ഗർഭിണിയല്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്കത് സഹിക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുകയാണ് നമ്മുടെ രേവതി അവിടേക്ക് അടിച്ചു വരുന്ന സമയത്താണ് ഈച്ച പറന്നു വരുന്നു. അപ്പോൾ ഈച്ചയുടെ കയ്യിൽ എന്തൊക്കെയൊരു പൊതികളുണ്ട്. ഇത് ആരാ വന്നിരിക്കുന്നത്, ഈച്ചയോ? കാലത്തെ വന്നല്ലോ. അത് പിന്നെ സച്ചി എന്നോട് വരാൻ പറഞ്ഞായിരുന്നു, എന്തൊക്കെയാ സച്ചിക്ക് എന്നോട് പറയാനുണ്ടെന്ന്. അത് ശരിയാ, സച്ചിയേട്ടന് പറയാനുണ്ടായിരിക്കും. ഇതെന്താ ഈച്ച കയ്യിൽ? അതെ, ഇത് കുറച്ച് സ്വീറ്റ്സാ. ഈ സമയത്ത് വരുമ്പോൾ വെറും കൈയോടെ വരുന്നത് ശരിയല്ലല്ലോ ഈ സമയത്തോ. അതെന്താ ഈ സമയത്തൊരു പ്രത്യേകത? വെറും കൈയോടെ വന്നാൽ എന്താ കുഴപ്പം? ഒന്ന് പോ രേവതി എല്ലാം മറച്ചു വെച്ചിരിക്കുകയാണ്, എനിക്കറിയാം കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയാം. ആണോ? അയ്യോ ശരിയാണ്, ഞാൻ മറച്ചു വെച്ചല്ലേ. ഇവിടെ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. പായസോ? അയ്യോ എനിക്ക് പായസം ഒത്തിരി ഇഷ്ടമാണ്. സച്ചിക്ക് എങ്ങനെ അറിയായിരുന്നു എനിക്ക് പായസം ഒത്തിരി ഇഷ്ടമാണെന്ന്? ഇവിടെ ഇരിക്കേ, ഞാൻ പായസം എടുത്തിട്ട് വരട്ടെ. രേവതി പോയി പായസം എടുത്തിട്ട് വാ. അങ്ങനെ നമ്മുടെ ഈച്ചയെ അവിടെ പിടിച്ചിരുത്തുകയാണ്. അങ്ങനെ രേവതി അകത്തേക്ക് പോയി 2 പാത്രം കൊണ്ടുവരികയാണ്. അങ്ങനെ പാത്രം വെച്ചിട്ട് ഇതാണെന്ന് പറയണം. പായസം അല്ല, പായസം കൊണ്ടുവരാന്നല്ലേ പറഞ്ഞത്? എന്നിട്ടെന്താ ഇത് പുളിയും പച്ചമാങ്ങയാണല്ലോ? അതെ, പുളിയും പച്ചമാങ്ങയാണ്. ഇത് തിന്നാനോ? എനിക്ക് വേണ്ട, ഞാൻ തിന്നൂല, എനിക്കിത് ഇഷ്ടമില്ലേ? മര്യാദയ്ക്ക് തിന്നോളൂ ഇത് മുഴുവനും. തിന്നില്ലെങ്കിലേ ഞാൻ അച്ചമ്മയെ വിളിക്കും. അയ്യോ, അച്ചമ്മയെ എന്തിനാ വിളിക്കുന്നത്? ഇത് തിന്ന്. എന്നെക്കൊണ്ട് സച്ചിയോട് പറഞ്ഞ് എന്നെക്കൊണ്ട് ഇത് തെറ്റിച്ചല്ലേ, അതുകൊണ്ട് തിന്നോളത് മുഴുവനും തിന്നാനാ പറഞ്ഞത്. അങ്ങനെ ഈച്ചയ്ക്ക് വേറൊരു നിവൃത്തിയില്ലാതെ കുറച്ച് പുളിയെടുത്ത് വായിൽ വയ്ക്കുക, കുറച്ച് മാങ്ങ എടുത്ത് വായിൽ വയ്ക്കുക. ഇതെല്ലാം പുളിയെല്ലാം സഹിക്കാനാവാതെ, അയ്യോ എൻ്റെ ദൈവം എന്തൊരു പുളിയാണ്, ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല, എനിക്കിത് വേണ്ടെന്നോ? എന്നെക്കൊണ്ട് തിരിച്ചല്ലേ, നിങ്ങൾ പറഞ്ഞിട്ടില്ലേ സച്ചിയുടെ ഇതെല്ലാം എനിക്ക് മേടിച്ചു തന്നത്? അതുകൊണ്ട് തിന്നോ, മര്യാദയ്ക്ക് തിന്നോണം. അല്ലേ ഞാൻ അച്ചമ്മയെ വിളിക്കും. അയ്യോ അച്ചമ്മയെ വിളിക്കണ്ട. അപ്പോഴേക്കും വരുന്നു സച്ചി. എടാ ഈച്ച, നീ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ? എന്താണ് ചെയ്ത്? ഇത് കണ്ടോ സച്ചി, എനിക്ക് പായസം തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പുളിയും മാങ്ങയും കൊണ്ട് വെച്ചിട്ട് തിന്നാൻ പറയാം. നീ തിന്നില്ലെങ്കിൽ അച്ചമ്മയെ വിളിക്കും അത്രേ, അച്ചമ്മയോട് കാര്യങ്ങൾ പറയുമെന്ന്. കൊള്ളാം, നന്നായി. അപ്പോഴേക്കും നമ്മുടെ ഈച്ച പറയാണ്, അതെ ഞാൻ പച്ചമാങ്ങയും പുളിയും മാത്രം മേടിച്ചു കൊടുക്കാനല്ലല്ലോ പറഞ്ഞത്, ഞാൻ മസാല ദോശയും മേടിച്ചു കൊടുക്കാൻ പറഞ്ഞില്ലായിരുന്നോ? എന്നിട്ട് എന്നെ കൊണ്ട് മസാല ദോശ എന്താ തെറ്റിക്കാത്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി കൊള്ളാം, അടിപൊളി. അപ്പോൾ സച്ചിയാണെങ്കിൽ എടാ മസാല ദോശ ഉണ്ടറാ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശയാണ്, ഞാൻ എടുത്തുകൊണ്ട് വരാം. എങ്കിൽ ചില്ലി മസാല ദോശ എടുത്തിട്ട് വാ. അങ്ങനെ സച്ചി കുറച്ച് പച്ചമുളക് ഒരു പാത്രത്തിലാക്കി എടുത്ത് നമ്മുടെ ഈച്ചയുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഇതെന്താ സച്ചി, പച്ചമുളകോ? അതേടാ പച്ചമുളക് തന്നെ. രേവതി ഗർഭിണിയാണെന്നും പറഞ്ഞുകൊണ്ട് എന്നെക്കൊണ്ട് ഓരോ സാധനങ്ങൾ മേടിപ്പിച്ച് നീ പൊട്ടം കളിപ്പിച്ചില്ലേടാ അതിനു വേണ്ടി. രേവതി ഗർഭിണിയല്ല, ഒന്നുമല്ല. ഗർഭിണിയല്ലെന്നോ? ഞാൻ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ രേവതിക്കുണ്ടായിരുന്നല്ലോ, പിന്നെന്താ ലക്ഷണങ്ങൾ മിണ്ടിപ്പോകരുത്. എന്നെക്കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ട് കുറെ കിടന്ന് ലക്ഷണങ്ങളുടെ കാര്യം പറയുന്നോ? മിണ്ടിപ്പോകരുത് നീ, മര്യാദയ്ക്ക് ഇന്ന് തിന്നോ. അങ്ങനെ ഇത് വല്ലാത്തൊരു കഷ്ടം കേട്ടോ, തിന്നോളാം, അല്ലെങ്കിൽ ഇപ്പം അച്ചമ്മയെ വിളിക്കുമെന്ന് രേവതി പറയാ. ഞാൻ തിന്നുമല്ലേ, പിന്നെ എന്തിനാ അച്ചമ്മയെ വിളിക്കുമെന്ന് പറയുന്നത്? അങ്ങനെ നമ്മുടെ ഈച്ച അതിൽ നിന്നൊരു പച്ചമുളക് എടുത്ത് കടിച്ച് എരിഞ്ഞിട്ട് ഒരു രക്ഷയില്ല. പിന്നെ ഇവിടെ നിന്നാൽ ശരിയാവില്ല, അയ്യോ എന്നെ രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് ഈച്ച പറന്ന് വന്നതുപോലെ തന്നെ പറന്നു ഒറ്റ പോക്കാണ് ഈച്ച. അപ്പോഴേക്കും രേവതിയും സച്ചിയും കൂടി ഭയങ്കര ചിരി. ഈച്ച പറന്നു പോയല്ലോ. എൻ്റെ കൂട്ടുകാരനാ, പാവ, എൻ്റെ ആത്മാർത്ഥ സുഹൃത്താ, പക്ഷേ കുറച്ച് മണ്ടനായിപ്പോയി. അവൻ മാത്രമല്ല
സച്ചേട്ടന് ഇപ്പം അതിനേക്കാലം മണ്ടനാണല്ലോ. അല്ല, ഈച്ച ഓരോരോ ലക്ഷണങ്ങൾ വെച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ ആ മണ്ടൻ്റെ വാക്കും കേട്ട് ഓരോന്ന് പ്രവർത്തിച്ച സച്ചേട്ടൻ ആരാണ്? തിരുമണ്ടനല്ലേ സച്ചേട്ടാ എന്ന് രേവതിയെ കളിയാക്കി കഴിഞ്ഞപ്പോഴേക്കും പോരേവതി എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോവുകയാണ്. കുറച്ചും കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ ഫോൺ റിങ് ആവുക. അപ്പോൾ രേവതിയുടെ ഫോൺ റിങ് ആവുന്നത് ശ്രുതി കേൾക്കുകയാണ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ വിചാരിക്കുകയാണ്, ഓ എവിടെ അവളുടെ ഫോണാണല്ലോ റിങ് ആവുന്നത്, ആ കെട്ടിലും എവിടെ പോയി എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് ശ്രുതി ആ കോൾ എടുക്കുകയാണ്. ഹലോ, ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഓർഡർ പറയണം. ആണോ, ഓർഡറിന് വേണ്ടിയാണോ? ആ ശരി ശരി, അല്ല ഞാൻ രേവതിയല്ല. അപ്പോൾ പിന്നെ ആരാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഏതായാലും ഞാൻ രേവതിയുടെ അമ്മായിയമ്മയാണെന്ന് പറയാം. ഞാനേ രേവതിയുടെ അമ്മായിയമ്മയാണ്. എന്താ ഓർഡർ പറഞ്ഞോളൂ, ഞാൻ ഏതായാലും രേവതിയോട് പറയാം. അവൾ കുളിക്കുവാണേ. അങ്ങനെ കുറേ ഓർഡർ പറയാം. അയ്യോ, ഇത്രയും മാലകൾ വേണമായിരുന്നോ? ശരി ശരി, ഞാൻ ഏതായാലും പെട്ടെന്ന് തന്നെ പറയാം കേട്ടോ. നിങ്ങൾ പറഞ്ഞ ഒരു സാധനം പോലും മിസ്സാവില്ല. എല്ലാം ഞാൻ രേവതിയോട് പറഞ്ഞേക്കാം. രേവതി അതേപോലെ തന്നെ കൊണ്ടുവന്ന് തരും. ഇങ്ങനെ ശ്രുതി ഫോണിൽ സംസാരിക്കുന്നത് ശ്രുതി കേൾക്കുകയാണ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇവളെന്തിനാണ് രേവതിക്ക് വേണ്ടി ഓർഡർ പിടിച്ചു കൊടുക്കുന്നത്? അവൾക്ക് വേണ്ടി എപ്പോഴും പാര വെക്കാൻ വേണ്ടിയിട്ട് ഇവൾ നടക്കുന്നത്. പിന്നെ എന്തിനാ ഓർഡർ പിടിച്ചു കൊടുക്കുന്നത്? ഇങ്ങനെ ചോദിക്കുക, ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ ശ്രുതി വന്നിട്ട്, ശ്രുതി നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? നീ എന്തിനാ അവൾക്ക് വേണ്ടി ഓർഡർ പിടിച്ചു കൊടുക്കുന്നത്? ഇത്രയും ഓർഡർ അവൾക്ക് നമ്മൾ പാര വെക്കാനായിട്ട് നോക്കുന്നത്. എൻ്റെ ശ്രുതി, അവൾക്ക് പാര തന്നെയാണ്. കണ്ടോ, ഇത്രയും ഓർഡറാണ് അവൾക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ ഈ ഓർഡറിൻ്റെ കാര്യം അവളോട് പറയില്ല. അപ്പോൾ ഈ കസ്റ്റമർ പറഞ്ഞ സമയത്ത് ഓർഡർ എത്തിച്ചില്ലെങ്കിൽ അവളെ ഈ കസ്റ്റമർ വിളിച്ച് നല്ല ചീത്ത പറയും. പിന്നെ അവളുടെ ഓർഡർ മുഴുവനും നഷ്ടവും. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അത് കൊള്ളാം, അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ്, നല്ലത് കിട്ടട്ടെ അവൾക്ക് എന്ന് ഇവർ രണ്ടുപേരും ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.